ഹലോ, ദിസ് ഈസ് ബെൽസൺ ഹിയർ. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. എന്താണെന്നറിയോ, ഒരുപാട് പേര് ചോദിക്കുന്നൊരു ചോദ്യത്തിന് ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അതായത് ട്രേഡിംഗ് ഒരു ഫുൾ ടൈം പ്രൊഫഷനാക്കി എടുക്കാൻ പറ്റുമോ? ഒരുപാട് പേർക്കുണ്ട് ഈ ഡൗട്ട് അല്ലേ. കാരണം സ്വന്തമായിട്ട് ട്രേഡൊക്കെ ചെയ്ത് തുടങ്ങി കഴിയുമ്പോഴേക്കും അത്യാവശ്യം പ്രോഫിറ്റൊക്കെ ഡെയിലി ഉണ്ടാക്കാൻ പറ്റുന്ന സമയത്താണ് ഇങ്ങനൊരു ചിന്താഗതി വരിക. മാത്രമല്ല അവരുടെ ജോലിയുടെ ടെൻഷൻ ഉണ്ടാവും. ജോലിയുടെ ടെൻഷനൊക്കെ ഉള്ള സമയത്താണ് ഇത് ആലോചിക്കുന്നത്. അതെല്ലാം വിട്ടിട്ട് സ്വന്തമായിട്ട് ഒരു ലാപ്ടോപ്പും അല്ലെങ്കിൽ ഒരു മൊബൈലൊക്കെ വെച്ചിരുന്ന് വെറുതെ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ കഷ്ടപ്പെട്ട് ജോലിക്ക് പോണേ? ശരിയല്ലേ, നിങ്ങളും ആലോചിച്ചിട്ടുണ്ടാവില്ലേ ഇടയ്ക്കൊക്കെ. എന്നാൽ അതിനൊരു ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സ്ട്രോങ് മൈൻഡ് ഉള്ള ഒരാളാണോ എന്നുള്ളത് ബേസ് ചെയ്തിട്ടിരിക്കും ഇതിൻ്റെ ഉത്തരം. സ്ട്രോങ് മൈൻഡ് എന്ന് പറയുന്നാൽ ഇവിടെ ട്രേഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൂൾ മൈൻഡ് ആവശ്യമാണ്. ട്രേഡിങ്ങിന് കറക്റ്റായിട്ടൊരു കൺസിസ്റ്റൻസിയോടെ ഇൻകം ഉണ്ടാക്കണമെങ്കിൽ, പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണമെങ്കിൽ, കറക്റ്റായിട്ട് ട്രേഡിംഗ് റൂൾസ് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മുടെ മൈൻഡിൽ എന്താണ് ഒരു കൂൾ മൈൻഡ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഈ കൂൾ മൈൻഡ് ജോലിയുള്ള സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് റെഗുലർ ഇൻകം ഉണ്ട്, ആ സമയത്ത് നിങ്ങൾക്ക് ഈ കൂൾ മൈൻഡ് ഉണ്ടാകും അല്ലേ. ഇനി റെഗുലർ ഇൻകം ഒന്ന് സ്റ്റോപ്പായി, ജോലി ഇല്ല, നമുക്ക് വരുമാന മാർഗ്ഗം വേറൊന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ, ട്രേഡിംഗ് മാത്രമേ ഉള്ളൂ എന്ന് ആലോചിക്കുമ്പോൾ ഒരു ചെറിയ ടെൻഷൻ പതുക്കെ കടന്നു വരും മനസ്സിലല്ലേ. ഈ ടെൻഷൻ നല്ല പ്രോഫിറ്റൊക്കെ കിട്ടുവാണെങ്കിൽ ട്രേഡിങ്ങിൽ നിന്ന്, ഇപ്പം ജോലി വിട്ട് ട്രേഡിങ് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, പ്രൊഫഷനാക്കി എടുത്തിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ സിസ്റ്റത്തിന് മുമ്പിൽ അല്ലെങ്കിൽ മൊബൈലിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ പ്രോഫിറ്റൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യും അല്ലേ. കാൽക്കുലേഷനൊക്കെ തുടങ്ങും. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം എനിക്ക് ഇത്രയും കിട്ടിയെങ്കിൽ ഒരു മാസം എനിക്ക് ഇത്രയും ഉണ്ടാക്കാം, ഒരു വർഷം കൊണ്ട് എനിക്ക് ഇത്രയും എമൗണ്ട് ജോലിയേക്കാളും മികച്ച രീതിയിൽ എനിക്ക് ഇൻകം ഉണ്ടാക്കാം എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ ഒന്നോ രണ്ടോ ദിവസം അടുപ്പിച്ച് ലോസ് വരാൻ തുടങ്ങിയാലോ നിങ്ങൾ പതുക്കെ പാനിക്കാവും. പാനിക്കായിട്ട് നിങ്ങൾ ഓവർ ട്രേഡ് എടുക്കാൻ തുടങ്ങിയും. കാരണം പ്രോഫിറ്റ് എന്തായാലും കിട്ടിയുള്ളൂ, കാരണം വേറെ ഒരു ഇൻകം എനിക്കില്ല, പ്രോഫിറ്റ് എന്തായാലും കിട്ടിയേ പറ്റൂ എന്നുള്ള രീതിയിൽ ട്രേഡ് എടുക്കാൻ തുടങ്ങും. അപ്പോൾ പ്രശ്നമായി. അപ്പോൾ പതുക്കെ നിങ്ങളുടെ കൂൾ മൈൻഡ് നഷ്ടമാവുകയും പകരം നിങ്ങൾ എന്ത് ചെയ്യും, ട്രേഡ് എടുക്കാൻ വേണ്ടി എടുക്കുകയും ആ റൂൾസൊക്കെ അപ്ലൈ ചെയ്യാണ്ടേ വെറുതെ ട്രേഡ് എടുക്കാൻ തുടങ്ങും. എന്തായാലും പ്രോഫിറ്റ് കിട്ടണമെന്ന് വിചാരിച്ച് ചിലപ്പോൾ ഓപ്ഷൻസിലേക്കും ഫ്യൂച്ചേഴ്സിലേക്കും കടന്നു ചെല്ലും. പെട്ടെന്ന് ഇൻകം കിട്ടണമെന്ന് വിചാരിച്ച് പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ തുടങ്ങും. അതൊക്കെ പ്രശ്നമാണ്. ട്രേഡിങ്ങിൽ എപ്പോഴും വേണ്ട ഒരു കൂൾ മൈൻഡാണ്, സ്ട്രോങ് മൈൻഡാണ്. ട്രേഡിങ് സൈക്കോളജിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതെല്ലാം കറക്റ്റായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ജോലി വിട്ടിട്ട് ഫുൾ ടൈം പ്രൊഫഷനാക്കിയിട്ട് ട്രേഡിങ്ങിന് എടുത്തോളൂ, ഒരു പ്രോബ്ലം ഇല്ല. അല്ല എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന മനസ്സാണ്, സ്ട്രോങ് ആയിട്ടുള്ള മനസ്സില്ല, കറക്റ്റായിട്ട് റൂൾസ് അപ്ലൈ ചെയ്തിട്ട് ട്രേഡിംഗ് ഫോളോ ചെയ്യാൻ പറ്റില്ല, ട്രേഡിങ്ങിൻ്റെ റൂൾസ് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഈ പരിപാടി ചെയ്യേണ്ട. അതായത് ജോലി വിട്ടിട്ടുള്ള ഫുൾ ടൈം പ്രൊഫഷനിലേക്ക്, ട്രേഡിംഗ് പ്രൊഫഷനിലേക്ക് ഇറങ്ങിത്തിരിക്കേണ്ട എന്നാണ് പറയുന്നത്. സാധാരണഗതിയിൽ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു കൂൾ മൈൻഡ് ഉണ്ടാവും. അങ്ങനെ ഒരു പാസീവ് ഇൻകം മതി, ഒരു എക്സ്ട്രാ ഇൻകം എന്നുള്ള രീതിയിൽ ട്രേഡിങ്ങിന് എടുക്കുന്നതും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളുടെ മൈൻഡാണ് ഈ ട്രേഡിംഗ് ഫുൾ ടൈം പ്രൊഫഷനായിട്ട് എടുക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത്. നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ എല്ലാവർക്കും പറ്റും, പക്ഷേ നമുക്ക് കൂൾ മൈൻഡ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ മൈൻഡിൽ സൂക്ഷിച്ചോളൂ. എപ്പോഴും നിങ്ങൾ വളരെ സ്വസ്ഥമായിട്ടിരുന്ന്, വളരെ കൂളായിട്ടിരുന്ന് ട്രേഡ് ചെയ്യാൻ നോക്കുക. താങ്ക് യു. Investment in securities market are subject to market risks. Read all the related documents carefully before investing.